നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ബഗ്ഗാണെന്ന് പറഞ്ഞ് കുറേ ആളുകൾ അവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാനും അതിനുശേഷം അൺഫോളോ ചെയ്യാനും എന്നിട്ട് ആ വീഡിയോയുടെ അല്ലെങ്കിൽ അവർ പറയുന്ന വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് ആ വീഡിയോക്കകത്ത് കമൻറ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ ചെയ്ത ആളുകളുടെ ഒരുപാട് പേരുടെ അക്കൗണ്ട് ഡിസേബിൾ ആയിപ്പോയിട്ടുണ്ട് എന്നുള്ള പുതിയ അറിയിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് കുറേ ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, അവരുടെ അക്കൗണ്ട് ഡിസേബിൾ ആയി കാണുന്നു, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്. അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ബഗ്ഗിൽ അവർ പങ്കെടുത്തിരുന്നു, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ശ്രമിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളങ്ങനെ ചെയ്തിട്ട് പോയിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, കാരണം നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു ബഗ്ഗായിരുന്നു. കാരണം കുറേ ആളുകൾ അത് അത്തരത്തിൽ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്ത് വീണ്ടും അവരുടെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ കുറേ ആളുകൾക്ക് ഫോളോവേഴ്സിനെ കയറി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം അത്തരത്തിൽ ഒരു സ്പാമായിട്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ ചെയ്ത ആളുകളെ സ്പാമായിട്ട് ഉൾപ്പെടുത്തി ആ അക്കൗണ്ട് ഡിസേബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി പറയുന്നത് നിങ്ങൾ അതുപോലെ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ താഴെ കാണുന്ന വലതുഭാഗത്തുള്ള പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ലൈന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക, കുറച്ചധികം താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് ഇതുപോലെ ഈ 4 ഭാഗവും ഗ്രീൻ മാർക്കിൽ ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് യെല്ലോ കളറിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെഡ് കളറിലോ ഇവിടെ ടിക്ക് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അക്കൗണ്ട് ഏത് സമയവും ഡിസേബിളായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ ഞാനൊരു മെസ്സേജ് പേസ്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ ആ മെസ്സേജ് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇവിടെ ഹെൽപ്പ് എന്ന് കാണും. ഈ സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഹെൽപ്പ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഗെറ്റ് സപ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മെസ്സേജ് നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേര്, നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമൊക്കെ കൃത്യമായി എഡിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇപ്പോൾ നിലവിൽ ഇവിടെ കാണിക്കുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിനകത്ത് ഒരു ഇഷ്യൂവും ഇല്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾ അതിനകത്ത് മെസ്സേജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കുറേ ആളുകളുടെ അക്കൗണ്ട് ഡിസേബിളായി പോകുന്നുണ്ട് എന്നുള്ള പുതിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അക്കൗണ്ട് ഏതെങ്കിലും രീതിയിൽ ഹാക്കായി പോവുക ചെയ്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് എത്രയും വേഗം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം തന്നെ ഒരു സെക്യൂർ ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നീ കാണിച്ചതോടൊപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് 3 ലൈന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ അക്കൗണ്ട് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് കാണാം വെരിഫിക്കേഷൻ സെൽഫി എന്നുള്ള ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എത്ര ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ അതിവിടെ കാണിക്കും. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ സെൽഫി. അതായത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP തിരിച്ച് കൊടുത്ത് നിങ്ങളുടെ സെൽഫി വീഡിയോ എടുക്കാൻ പറയും. അപ്പോൾ ഒരു വലതു ഭാഗത്തേക്ക് തിരിയാൻ വേണ്ടി അരോ മാർക്ക് കാണിക്കും, വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കൊടുക്കുക. ഇടതു ഭാഗത്തേക്ക് തിരിയാൻ വേണ്ടി ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞു കൊടുക്കുക. അവർ പറയുന്ന പോലെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്ഡേറ്റ് സെൽഫി. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി സെൽഫി എടുത്ത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സെൽഫി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഏതെങ്കിലും രീതിയിൽ ഹാക്ക് ആകുകയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹെൽപ്പ് ഡെസ്കുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സെൽഫിയും നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച് ആ അക്കൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ കാരണമാകും. അപ്പോൾ അക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.